ഒന്നും എനിക്ക് കിട്ടില്ല. അവരിവിടേക്ക് വീണ്ടും വന്നാൽ എനിക്ക് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാവില്ല. അശോക് ഇപ്പോൾ അശോകിൻ്റെതായ വ്യക്തിത്വം കണ്ടുപിടിക്കാൻ പോയിരിക്കുകയാണ്. പക്ഷേ അശോക് ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ എനിക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വം, എൻ്റെ എല്ലാ സാധനവും എല്ലാം ഇവിടുന്ന് പോകും. ഇത്രയും കാലമായിട്ട് ഞാൻ എവിടെ ജോലി ചെയ്യുന്നു, എങ്ങനെ എൻ്റെ ജോലി പോയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ എപ്പോഴാണ് വീട്ടിലേക്ക് തിരിച്ചിരുന്നത്, ഇതിനെക്കുറിച്ചൊന്നും ആർക്കും ഒരു ചിന്തയില്ല. പ്രത്യേകിച്ച് അച്ഛന്. ഞാൻ ഫുഡ് കഴിച്ചോ ഇല്ലേ ഇതൊന്നും എന്നോട് ഇതുവരെ ചോദിച്ചിട്ട് പോലുമില്ല. ഞാൻ ഇനി ഫുഡ് കഴിച്ചാലും എന്തെങ്കിലും അച്ഛനത് ഒരു വിധത്തിൽ ബാധിക്കാനും പോകുന്നില്ല. പക്ഷേ അശോക് ഒരു സമയമെങ്കിലും ഫുഡ് കഴിക്കാതിരുന്നുണ്ടെങ്കിൽ അത് അച്ഛനെ എത്രത്തോളം ബാധിക്കുന്നറിയോ. അശോകിന് ഫുഡ് അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ വാരി കൊടുക്കും. പക്ഷേ ഇന്നേ വരെ എന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കുകയോ പറയുകയോ അന്വേഷിച്ചിട്ടോ ഒന്നുമില്ല. ഇപ്പോഴാണ് എനിക്ക് അതുപോലൊരു അവസരം കിട്ടുന്നത്. ഇപ്പോഴാണ് അച്ഛൻ്റെ സ്നേഹം എന്താ ഞാൻ അറിയുന്നത് തന്നെ. അത് കുറച്ച് നീ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഞാൻ ഇത് വേണ്ടെന്ന് നിൽക്കുന്നത്. എനിക്കിതിൽ ആഘോഷപ്പെട്ട സ്നേഹം തന്നെയല്ലേ. എനിക്ക് കിട്ടാതെ പോയ എൻ്റെ അച്ഛൻ്റെ സ്നേഹം കരുതലും എല്ലാം എനിക്ക് തിരിച്ചു വേണം സോജ. നീ എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നീ എന്തായാലും എൻ്റെ കൂടെ തന്നെ നിൽക്കുള്ളൂ. നീ കാണിക്കുന്നത് ആശേനെ അശോകിനെയാണ്. അവരിങ്ങനെ ബസ്സെല്ലാം പോയി നിൽക്കുമ്പോഴായിരിക്കും ഒരു ലോറി കാണുന്നത്. അവർ മുമ്പിലേക്ക് പോകാൻ നിൽക്കുമായിരിക്കും. അപ്പോൾ അശോക് വേഗം ആശയം കൊണ്ട് അങ്ങോട്ട് ചെല്ലും. അപ്പോഴാണ് അതിലൊരു ചേച്ചി ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് കാണുന്നത്. അയ്യോ നീ വരുന്നില്ലേ, നീ വരുന്നെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ എൻ്റർടൈൻ ചെയ്യും, ഭയങ്കര ബോറിംഗ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഫോൺ കട്ട് ചെയ്യും. അപ്പൊ ആഷിക്ക് ഒരു ഐഡിയ തോന്നും. അങ്ങനെ അശോകിനെ കൊണ്ട് അവിടേക്ക് വരും. ചേച്ചി ഞങ്ങൾ ലോറിയിൽ നിന്ന് കയറിക്കോട്ടെ, എന്താന്ന് വെച്ചാ ഞങ്ങളുടെ ബസ് പോയി, അതുകൊണ്ട് ഞങ്ങളിപ്പോ ഇങ്ങനെ പോകുന്ന ആലോചിച്ച് നിൽക്കുക, ഞങ്ങൾക്ക് എന്തായാലും മുംബൈയിലേക്കാണ് പോകാനുള്ളത്. അപ്പൊ അവര് പറയും അതെ ഞങ്ങളിങ്ങനെ ഫ്രീ ആയിട്ട് ആൾക്കാരെ കൊണ്ടുപോകാൻ നടക്കുന്നതല്ല. അപ്പൊ ആഷു പറയും ചേച്ചി അങ്ങനെയല്ല, ഞാൻ എന്താ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ നേരത്തെ ചേച്ചി പറഞ്ഞ ഞങ്ങൾ കേട്ടു എന്റർടൈൻമെന്റ് വേണം അല്ലെങ്കിൽ ബോറിംഗ് ആവുന്നൊക്കെ. ഞങ്ങൾ രണ്ടുപേരുണ്ടെങ്കിൽ നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും. കാരണം എൻ്റെ ഭർത്താവിനും എനിക്ക് നന്നായി പാടാൻ അറിയാം, അവിടെ ഞങ്ങൾക്ക് നിങ്ങൾ നന്നായിട്ട് എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ കഴിയുമെന്ന് പറയും. അങ്ങനെ ആഷു പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ മതി, ഞങ്ങൾ വന്നാൽ നല്ല അടിപൊളിയായിരിക്കും, നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അവര് പറയും എന്നാൽ നിങ്ങൾ കയറിക്കോ, എൻ്റെ നല്ല എന്റർടൈൻമെന്റ് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവര് അശോകയും ആശയും ആ വണ്ടിയിലേക്ക് കയറ്റും. പിന്നീട് അശോകും ആശയും ലോറിയിൽ കയറിയിരുന്നത് അവർ പരസ്പരം നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അപ്പൊ ആ ചേച്ചി പറയും അതെ നിങ്ങളിങ്ങനെ നോക്കിയിരിക്കാതെ ഇതിലേക്ക് കയറിയത്, നിങ്ങൾക്ക് പാടാനാണല്ലോ പറഞ്ഞത്, ഇതാ പാടെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു ഡോൾ എടുത്തിട്ട് ആശയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ആശയ്ക്കാണ് ഡോൾ വായിക്കാനൊന്നും അറിയാതെ ചുമ്മാ പറഞ്ഞ് കയറിയതല്ലേ. അപ്പൊ അശോക് പറയും ഇതാ വായിച്ചു വേഗം പാടിക്കോ, നീ എന്നെ ചേച്ചല്ലേ പറയും. അങ്ങനെ ആശയാണെങ്കിൽ ഇതറിയാത്തോണ്ട് തന്നെ അശോകിന്റെ കയ്യിൽ വേഗം കൊടുക്കുകയാണ്. ഇതാ എന്റെ ഭർത്താവിൻ്റെ നന്നായിട്ട് വായിക്കാൻ അറിയാം, അത് നല്ല പാട്ടും പാടും, അശോക് പാടാൻ തുടങ്ങിക്കോന്ന് പറയും. അപ്പൊ അശോക് പറയും നീ എന്റെ മേലെ കൊടുക്കുകയല്ലേ. അപ്പൊ ആശ പറയും അതെ ഞാൻ നിങ്ങളെ കൊടുക്കുകയല്ലേ, രക്ഷിച്ചതാണ്, ഇപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല തന്നെയല്ലേ, നമുക്ക് മുംബൈ എത്തണ്ടേ, അത് നടക്കില്ല എന്ന് പറയും. അപ്പൊ അശോകാണെങ്കിൽ ആ ഡോൾ എടുത്തിട്ട് ആശയുടെ എത്തിന് കൊടുക്കും. ഇതാ എല്ലാരും കണ്ടോ, ഇവളിപ്പോ നല്ല അടിപൊളിയായിട്ട് പാട്ട് പാടും, ഇവർക്ക് നന്നായിട്ട് പാടാൻ അറിയാം, നന്നായിട്ട് ഡോലി വായിക്കാൻ അറിയാം, നീ എന്റെ കഴിവൊക്കെ കാണിച്ചു വെക്കും, ഇവർക്ക് ഇതിലുള്ളത് അറിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശയനെ നന്നായിട്ട് ഇങ്ങനെ പൊക്കി വെക്കും. അങ്ങനെ ആശയാണെങ്കിൽ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഡോളിങ്ങനെ പിടിച്ച് രണ്ട് കൊട്ടായി കൊട്ടുന്നുണ്ട്. അങ്ങനെ ആശ പാടാൻ തുടങ്ങും. ആശയുടെ ആണെങ്കിൽ ഒരു കാരാഗമായിരിക്കും, ഒരുപാട് ഒച്ച വെച്ച് ഇങ്ങനെ അല്ലറിയോളൊന്നും ഇങ്ങനെ പാടും. ഇത് കേട്ട് അവരെല്ലാവരും ആകും ഇങ്ങനെ ഷോക്കാവുള്ളൂ. അശോകാണെങ്കിൽ ഭയങ്കര മോട്ടിവേഷനെ കൊടുക്കുന്നുണ്ട്, അരെ ബാ സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവരാണെങ്കിൽ ഈ ആശ ഇങ്ങനെ അലർന്ന് കേട്ടിട്ട് അവര് മതി ഒന്നും നിർത്തുന്നുണ്ടോ, നിങ്ങളിങ്ങനെ കാരാഗം പാടാനല്ല പറഞ്ഞത്, നിങ്ങളല്ലേ പറഞ്ഞ് നന്നായിട്ട് പാടുന്നത്, എന്നിട്ട് ഇപ്പം എന്തായി കാണിക്കുന്നത്, പാട്ടാകുമ്പോൾ ഒരു താളം ഈണൊക്കെ വേണ്ടെന്ന് പറയും. അപ്പൊ അശോക് പറയും കേട്ടോ ഇവർക്ക് താളം ഈണൊക്കെ വേണമെന്നാ പറഞ്ഞത്, അതുപോലെ അങ്ങ് ചെയ്തു കൊടുക്കുക പറയും. അങ്ങനെ ആശയാనికి വേറെ വഴിയൊന്നും ഇല്ലാതെ ആ ലോറിയുടെ അവിടെ ഇങ്ങനെ കയറി നിന്നോണ്ട് ഇങ്ങനെ പാടാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങിയായിരിക്കും. അപ്പോഴാണ് അശോക് പാടുന്നത്.